യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥന എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിർത്തിയത് നമ്മളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിലാണ് കൂടുതലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ നമുക്ക് വളരെയധികം പ്രേരണ തോന്നുന്നത്. എൻ്റെ ജീവിതത്തിലും അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുകയുണ്ടായല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനോട് സോരിലുള്ള ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞു, പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 21:4 നമ്മൾ വായിച്ചത്. 21:5 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നോക്കണേ, എത്രത്തോളം കൺസേൺ ഈ സോരിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് ഈ അപ്പോസ്തലന്മാരെ യാത്ര അയക്കാൻ വന്നത്? അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നോക്കണേ, പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സ്ഥലമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വാക്യത്തിൽ നിന്നും ചിന്തിക്കാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമുക്ക് ചർച്ച് ഹോൾ തന്നെ വേണം, പള്ളി തന്നെ വേണം എന്ന് ശഠിക്കുന്നതായ ആളുകളുണ്ട്. വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ എനിക്ക് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാൻ വെളിയിൽ പോയി എങ്ങും പ്രാർത്ഥിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ സജീവത പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കാൻ കഴിയും. ഇവിടെ അവർ പ്രാർത്ഥിച്ചത് കടൽക്കരെ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് ഒരു വഴിയിൽ വെച്ച് എന്നെ കണ്ടുമുട്ടി. ഞങ്ങൾ വാഹനത്തിലല്ല, ഞങ്ങൾ നടന്നുപോയ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മകൻ്റെ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം, അവന് ജോലിയില്ല, അവനൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് ആദ്യം തോന്നിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ റോഡിൽ തന്നെ നിന്നുകൊണ്ട്, വളരെ വീതി കുറഞ്ഞതായ ആ റോഡിൽ നിന്നുകൊണ്ട് തന്നെ ആരെങ്കിലും കാണുന്നു എന്നുള്ളത് വിഷയമല്ല. പെട്ടെന്ന് ദൈവസാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരുകയും ആ സമയം തന്നെ ആ പ്രിയ പിതാവിൻ്റെ കൈക്ക് പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസങ്ങളായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട്. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു സന്ദേശം വന്നു, എൻ്റെ മോന് ആ പ്രാർത്ഥനയുടെ അടുത്ത ദിവസം തന്നെ ജോലി കിട്ടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന ഹാളിൽ നടക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എവിടെയാണോ ആവശ്യമായി വരുന്നത്, എവിടെയാണോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കതായ ആ ഒരു ഉത്സാഹം വരുന്നത്, അവിടെ നമ്മൾ പ്രാർത്ഥിച്ചോണം. ഒരു പക്ഷേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, ഒരു പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ ജോലിയുടെ മേഖലയിലായിരിക്കാം, നമ്മൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ല അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. യെസ്, പ്രാർത്ഥിക്കുവാൻ പ്രേരണ കിട്ടുന്ന സമയത്ത് യു ഷുഡ് പ്രേ, നീ പ്രാർത്ഥിക്കണം. കാരണം അതിന് വലിയ റിസൾട്ട് ഉണ്ട്. ഇവിടെ ഈ ആളുകളുടെ പ്രത്യേകത, അവർക്ക് ആത്മാവിനാൽ ചില വെളിപ്പാടുകൾ ലഭിച്ചപ്പോൾ, ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ആത്മാവിനാൽ അവർക്ക് ലഭിച്ചപ്പോൾ അവർ പൗലോസിനോട് പറയുകയാണ്, യെരുശലേമിൽ പോകരുത്. നോക്കണേ, അത് പൗലോസിന് ലഭിച്ചില്ല, പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രസംഗിക്കുന്നതായ ഇപ്പോൾ എന്നെ പോലെയുള്ള വചനം പഠിപ്പിക്കുന്നവരായ ആളുകൾക്ക് ഒരു പക്ഷേ ഞങ്ങളെക്കുറിച്ചുള്ള ആത്മീയ വെളിപ്പാടുകൾ, ആത്മീയ ദൂതുകൾ ഞങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. കാരണം ഞങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് വ്യാപൃതരായിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഇന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവരാണ് ഞങ്ങളോട് ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ദൂത് സംസാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും എനിക്ക് വളരെ കോൺഫിഡൻ്റ് ഉള്ള, എനിക്ക് വളരെയധികം എൻ്റെ വിഷയങ്ങളെ പറയാൻ പറ്റുന്നതായ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ചില വ്യക്തികളോടാണ്. ഞാൻ അവരോട് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ പങ്കിടാറുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ
എൻ്റെ വിഷയത്തിൽ മറ്റുള്ളവർക്കായിരിക്കും കൂടുതൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപ്പാടും ആലോചന ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പൗലോസിന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. പൗലോസ് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് പൗലോസിന് ലഭിച്ച മറുപടികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായ ആത്മീക വെളിപ്പാട് നിങ്ങൾ ഗൗരവമായി കണക്കിലെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നോക്കൂ, എത്രത്തോളം ഒരു ആത്മാർത്ഥത പുലർത്തുന്ന ചില ആളുകളായിരുന്നു സോരിലുണ്ടായിരുന്നത്. അവർ സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന്, അപ്പോസ്തലന്മാരോടുകൂടെ കടന്നു വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി. നോക്കുക, പ്രാർത്ഥനയോടുകൂടെ അവർ ഐക്യപ്പെടുന്നു, പ്രാർത്ഥനയോടുകൂടെ അവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അതേപോലെ തന്നെ ആദിമസഭയുടെ മറ്റൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മാതൃക നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന് 1 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ആ ഭാഗം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 13-1 മുതൽ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. എനിക്ക് ഈ വാക്യം വളരെ ഇഷ്ടമാണ്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പൊതുവിൽ കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള ശുശ്രൂഷകരായ ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ആദിമസഭയിലെ അറിയപ്പെടാത്ത ആളുകളെ അറിയുവാനുള്ള ഒരു നല്ല അവസരം നമുക്ക് 13-1 ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് 13-2 നമ്മൾ വായിക്കുന്നു, അവരുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്തായിരുന്നു? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നോക്കുക, അവർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് കാണിക്കുന്നത് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കാൻ പോവുക അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് വളരെ രസകരമായി തോന്നാറുണ്ട്. ചില ആളുകൾ ചോദിക്കും, ഇന്ന് പ്രാർത്ഥനയ്ക്ക് എന്തായിരുന്നു? അപ്പോൾ അവർ പറയും, ഇന്ന് ഫ്രൈഡ് റൈസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ന് കോഫി ആൻഡ് സ്നാക്സ് ആയിരുന്നു എന്നൊക്കെ പറയും. അവർ ചോദിച്ച ചോദ്യം കുറച്ച് ആത്മീയമായ ചോദ്യമാണെങ്കിലോ അവർ നൽകുന്ന മറുപടി ഇത് തന്നെയല്ലേ? ഇന്ന് പ്രാർത്ഥനയ്ക്ക് എന്തായിരുന്നു വിശേഷം? അന്നേരം ആഹാരത്തിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും പ്രാർത്ഥന യോഗങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ നമ്മൾ പ്രചോദിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഉപവാസത്തിന്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. കഴിഞ്ഞ ദിവസം മളികമുറിയിൽ പ്രാർത്ഥിച്ചതായ ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അവർ കാത്തിരുന്നു എന്ന് പറയുമ്പോഴും അവർ ഇതേ കാര്യമായി ചെയ്തത്. അവർ കർത്താവിനെ ആരാധിച്ചു, അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എപ്പോഴും സഭയുടെ പ്രാർത്ഥന, ആരാധന, ഉപവാസം, ഇതിൻ്റെ ഇടയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് സംവേദിക്കുവാൻ കഴിയുന്നതായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ വായിച്ചല്ലോ, അവർ പ്രവാചകന്മാരായിരുന്നു, അവിടെ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലൂടെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ഈ സന്ദേശം എല്ലാവരോടും പറയുമ്പോൾ ഒരു ശക്തമേറിയതായ മാറ്റം നമ്മുടെ സഭകളിൽ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ സഭയിൽ പ്രവാചകന്മാരുണ്ടോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ സഭകളിൽ ഉപദേഷ്ടാക്കന്മാരുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സംസാരിക്കുന്നവരായ ആളുകളുണ്ടോ? സഭയിൽ പ്രവാചകന്മാർ വേണം, സഭയിൽ ഉപദേഷ്ടാക്കന്മാർ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അനുഭവിക്കുന്ന ആളുകൾ സഭയിൽ വളരെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോക്കുക, ഇവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. ഇപ്പോൾ തന്നെ അവരുടെ മേലൊരു വിളി കിടപ്പുണ്ട്, പക്ഷെ സഭ അവരെ വേർതിരിക്കണം. അതിനാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത് സഭ നമ്മളെ വേർതിരിക്കുവാനാണ്. അല്ലെങ്കിൽ സഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ആളുകളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി വേർതിരിക്കുവാനാണ്. എന്ന് മാത്രമല്ല, 13:3 നമ്മൾ വായിക്കുന്നു, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു.
എന്നിട്ട് 13:4 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആരെ അയക്കണം, എപ്പോൾ അയക്കണം, എങ്ങോട്ട് അയക്കണം എന്നീ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അന്ന് ആ സഭ ഭാരപ്പെട്ട 3 വിഷയങ്ങളുണ്ട്. ആരെയാണ് കർത്താവെ ഞങ്ങൾ അയക്കേണ്ടത്, എവിടേക്കാണ് അയക്കേണ്ടത്, എങ്ങനെയാണ് അയക്കേണ്ടത്? ഈ 3 ചോദ്യങ്ങൾക്കും പരിശുദ്ധാത്മാവ് അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ ഇടപെട്ട് പരിഹാരം വരുത്തി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും അതേ ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇടപെട്ട് നമ്മുടെ സംശയങ്ങൾക്കും നിവാരണം വരുത്തും. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് കലക്കത്തിൻ്റെ ആത്മാവല്ല. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് ക്രമീകരണത്തിൻ്റെ ആത്മാവത്രേ. സകലതവും ചന്തവും ഉചിതമാക്കുന്ന ആത്മാവത്രേ. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാം ചന്തവും ഉചിതവുമായി തീരുവാനിടയായി തീരും. ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ അതേ കർത്താവിനെ ആരാധിച്ചും കർത്താവിനെ സ്തുതിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഇടപെടുന്നതെന്നും ഞങ്ങളുടെ സംശയങ്ങൾക്കും ഞങ്ങളുടെ ഉത്കണ്ഠകൾക്കും ഞങ്ങളുടെ അനിശ്ചിതത്വങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് കർത്താവെ കലക്കത്തിൻ്റെ ആത്മാവല്ല, അത് നീതിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, എല്ലാം ക്രമത്തിലാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്ന് ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വാസ്തവമായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന അപ്രകാരമായിരിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവിക്കാനും അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.